ചെറിയൊരു കുട്ടിക്കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരിക്കലൊരു ഒട്ടകവും തൻ്റെ കുഞ്ഞും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ കുഞ്ഞ് തൻ്റെ അമ്മയോട് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് തൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, നമുക്ക് മുതുകത്തിനെന്തിനാണ് ഈ ഒരു മുഴ തന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, നമുക്ക് മരുഭൂമിയിൽ കൂടി സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഹാരവും വെള്ളവും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് മുതുകത്ത് ഈ ഒരു മുഴ തന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. കുഞ്ഞ് ഇതൊക്കെ കേട്ടിട്ട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നമുക്ക് നീളമേറിയ വളരെ ബലിഷ്ഠമായ കാലുകൾ കൊണ്ട് എന്താണ് നമുക്ക് ഉപയോഗമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, നമുക്ക് ഈ മരുഭൂമിയിൽ കൂടി പെട്ടെന്ന് നടന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് ഈ കാലുകൾ നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കുഞ്ഞ് ഉടനെ അടുത്ത ചോദ്യം ചോദിക്കുന്നതാണ്, നമുക്ക് വളരെ നീളമേറിയ കൺപീലികൾ തന്നിരിക്കുന്നത് എന്താണ്, അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം അമ്മ പറയുകയാണ്, നമുക്ക് ഈ മരുഭൂമിയിൽ കൂടിയുള്ള വരണ്ട കാറ്റുകൾ, പൊടിക്കാറ്റിൽ നിന്നൊക്കെ നമ്മുടെ കൃഷ്ണമണിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കൺപീലികൾ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. അപ്പം കുഞ്ഞിതൊക്കെ കേട്ടിട്ട് ഒരല്പനേരം ആലോചിച്ചിട്ട് അമ്മയോട് പറയുകയാണ്, നമുക്ക് വളരെ നീളമേറിയ ബലിഷ്ഠമായ കാലുകളുണ്ട്, വളരെ എളുപ്പത്തിൽ നടന്ന് നീങ്ങാൻ, നമുക്ക് ആഹാരവും വെള്ളവും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മുതുകത്തൊരു മുഴയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൺപീലികൾ നമ്മുടെ കൃഷ്ണമണിയെ സംരക്ഷിക്കുന്നു. ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മളൊരു സൂവിലാണ് എങ്കിൽ നമുക്കിതൊക്കെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുകയാണ്. ഈ കഥയുടെ സാരാംശം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ശരിയായ സ്ഥലത്തല്ല എങ്കിൽ നമ്മുടെ കഴിവുകളോ നമ്മുടെ സ്ട്രെങ്ത് കൊണ്ടോ നമുക്ക് നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. അതായത് ഇപ്പം ഒരു പള്ളിയിൽ അച്ഛനെ പിടിച്ചിട്ട് നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ SI ആക്കി ഇരുത്താനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു നല്ല ഭരണാധികാരി അല്ല എങ്കിൽ, നല്ലൊരു രാഷ്ട്രീയ ഭരണാധികാരി അല്ല എങ്കിൽ, അയാൾക്ക് ഭരിക്കാൻ അറിയില്ല എങ്കിൽ അയാളെ ആ സ്ഥലത്ത് പിടിച്ചിരുത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ശരിയായ സ്ഥലത്ത്, ഉചിതമായ സ്ഥലത്തായിരിക്കണമെന്ന് നമ്മളെപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഈ കഥയിലെ സാരാംശം.